അപ്പോൾ 2-3 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. വരുന്ന വഴിക്ക് എനിക്ക് സുഖമില്ലാതായി. ഞാൻ വണ്ടി ഓടിച്ചെടുത്തു. ഇത് കണ്ട് സദാചാരബോധമുള്ള ഒരാൾ എന്നോട് തട്ടിക്കയറി. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? പക്ഷെ ഞാൻ എന്തിനു സോറി പറയണം? എൻ്റെ പ്രൈവറ്റ് സ്ഥലത്ത് വന്നിട്ട് എന്നോട് തട്ടിക്കയറി, എന്നെ അപമര്യാദയായിട്ട് പെരുമാറി, എൻ്റെ വീഡിയോ എടുത്ത് എന്നോട് ഗുണ്ടായുസം കാണിച്ചും മോശം സംസാരിച്ചും നിൽക്കുന്ന ഒരാളെടുത്ത് ഞാൻ വീഡിയോ എടുത്ത് ഇട്ടതിനെതിരെ ഞാൻ എന്ത് മാപ്പാണ് പറയുന്നത്? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓ അത് ശരി. കേസ് പോയിട്ടുണ്ട്. കേസ് സൈബർ സെല്ല് വഴിയാണ് ആദ്യം വന്നത്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങി സംസാരിച്ചു. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യില്ല. പബ്ലിക്കായിട്ടൊരു അപ്പോളജി ആ കുട്ടി പറയാത്തടത്തോളം ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അവരുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ചു. അതായത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് തെറ്റല്ലേ സാർ? അവർ പറഞ്ഞു അങ്ങനെ ഒന്നും പറ്റത്തില്ല, അങ്ങനെ ഒന്നും ഒരു നിയമവും ഇല്ല. പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഈ വീഡിയോയിൽ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് ഒരു കാര്യം പോലും ഇല്ല. ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചെന്നുള്ള ബോധം എനിക്കുണ്ട്. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിനെതിരെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ ആ ഒരു ക്രിമിനൽ സംഭവം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എനിക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒരു കേസ്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. സോ എന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സോ പബ്ലിക്കലി എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കലി മാപ്പ് പറയുക. അത് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. അത് തരത്തില്ല എന്ന് അയാളുടെ ഈഗോ സമ്മതിക്കാത്തത് കൊണ്ട് അതങ്ങനെ നടന്നു. നമ്മളെക്കാട്ടിലും ഫ്രോഡാണ് സംസാരിച്ചത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മറുപടി അല്ല എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ഇത്രയും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം സ്പ്രെഡായ ഈ വീഡിയോ ഞാൻ എല്ലാവരെയും കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തി ഒരു അപ്പോളജി പബ്ലിക്കായിട്ട് അദ്ദേഹത്തോട് ചെയ്യണം എന്നും പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ സോറി പറയേണ്ടത്? സോറി എന്നൊരു വാക്ക് ഞാൻ മിണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന പേരും. എടുത്തെടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കണ്ട കാര്യം എന്താണ്? നിങ്ങളൊരു സെക്ഷൽ ആക്ടിവിറ്റി ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയാണ്, അത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് പറ്റിയ സ്ഥലം വേറെ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. കൗതുക ലേശം കൂടുതലാണ്. എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. കാരണം വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ള മൈൻഡിൽ തന്നെയായിരുന്നു ഞാൻ അപ്പോളജി ചോദിച്ചത്. പക്ഷേ ആ കുട്ടിയുടെ അറഗൻസ് എന്നോട് പറഞ്ഞൊരു രീതി, അത് വെച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ ഞാനല്ല. കാരണം എനിക്കെതിരെ ഉണ്ടായ ഒരു മോശം സംഭവത്തിനാണ് ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടത്. അത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഞാൻ ആ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു. അതുകൊണ്ട് എത്ര നാള് ഇതിനു വേണ്ടി ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കും. എന്തുവേണം ചെയ്യും. പബ്ലിക്കായിട്ട് ഈ കുട്ടി ഇനി അപ്പോളജൈസ് നമ്മോട് ചെയ്യാത്ത പക്ഷം ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ്. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.